കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എല്ലാ തവണയും പോലെ ഇക്കൊല്ലവും പോയി. നിങ്ങൾ തലശ്ശേരി നിന്നാണെങ്കിൽ രാവിലെ 5:30 മുതൽ കൊട്ടിയൂരേക്ക് ഡയറക്റ്റ് KSRTC ബസ് ഉണ്ട്. നമ്മൾ 6 മണിയുടെ ബസ് കയറിയിട്ട് ഏകദേശം 7:30 ആകുമ്പോഴേക്കും ക്ഷേത്രത്തിലെത്തി. വലിയ ബ്ലോക്ക് ഒന്നും രാവിലെ തന്നെ ആയതുകൊണ്ട് കിട്ടിയിരുന്നില്ല. 73 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ബസ് നിർത്തിയിരുന്ന സ്റ്റാൻഡിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് കുറെ ചന്തയൊക്കെ കാണാനാവും. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പുഴയുടെ ഓരോ ഭാഗവും ചളിയായി കിടക്കുകയാണ്. പണ്ട് നമ്മൾ പോയിരുന്ന വഴിക്ക് പുറമെ പുതുതായി നിർമ്മിച്ച പാലങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബാവലി പുഴയിൽ മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. പുഴയുടെ ഒരു കര അക്കരെ കൊട്ടിയൂരും മറ്റേ കര ഇക്കരെ കൊട്ടിയൂരുമായി കണക്കാക്കപ്പെടുന്നു. കുളി കഴിഞ്ഞ ശേഷം പുഴയിൽ നിന്ന് മുങ്ങി തപ്പി ഇങ്ങനെ കല്ലുകൾ എടുത്ത് അവ തമ്മിൽ കൂട്ടിയിറക്കുമ്പോൾ ചന്ദനം കിട്ടുമെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കാഴ്ച ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ വരുമ്പോഴേ കാണുന്നതാണ്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നും അറിയില്ല. ഇതൊരു ആചാരവും അല്ല. ഇതിന്റെ മുന്നിൽ തന്നെയായി 2 ക്ലോക്ക് റൂം ഉണ്ട്. നമുക്ക് ചെരുപ്പും ബാഗും ഒക്കെ അവിടെ വെക്കാം. അതിന്റെ സൈഡിലായി ബാത്റൂമും ഉണ്ട്. ദർശനത്തിലേക്കുള്ള ക്യൂനായിട്ട് അവസാനം ഇങ്ങനെ ഒരു പാലം കൂടിയുണ്ട്. നമ്മളൊരു 7:45 എത്തിയിട്ട് കൂടി പാലത്തിന്റെ ഇങ്ങനെ തെറ്റക്കുള്ള ക്യൂലാണ് നമ്മൾ എത്തിപ്പെട്ടത്. വനത്തിനുള്ളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട തീർത്തും പ്രകൃതി സൗഹൃദപരമായ ക്ഷേത്രം തന്നെയാണിത്. ഹരിഗോവിന്ദ നാമജപം ചൊല്ലാൻ പറയുന്നുണ്ടെങ്കിലും മലയാളികൾ ആരും പ്രത്യേകിച്ച് ചൊല്ലുന്ന കേട്ടില്ല. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന കർണാടകക്കാരൊക്കെ ഒച്ചത്തിൽ നാമം ജപിക്കുന്നുണ്ടായിരുന്നു. 7:45 ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 11:30 ആയപ്പോഴാണ് നമുക്ക് ദർശനം കിട്ടിയത്. ഹിന്ദു പുരാണങ്ങളിലെ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ഐതിഹ്യം. പരമശിവനെ തന്റെ മകൾ സതീദേവി വിവാഹം കഴിച്ചതിൽ അതൃപ്തി ഉണ്ടായിരുന്ന ദക്ഷൻ ഒരു യാഗം നടത്തി. ക്ഷണിക്കപ്പെടാതെയാണെങ്കിലും യാഗശാലയിൽ എത്തിയ സതീദേവി നേരിട്ട കടുത്ത അപമാനത്തിൽ മനം നൊന്ത് യാഗകുണ്ഡത്തിൽ ചാടി ജീവനൊടുക്കി. വിവരമറിഞ്ഞ പരമശിവൻ തന്റെ ജടയിൽ നിന്നും വീരഭദ്രനെയും ഭദ്രകാളിയും സൃഷ്ടിക്കുകയും അവർ യാഗശാല തകർക്കുകയും ദക്ഷന്റെ തലയറുക്കുകയും ചെയ്തു. പിന്നീട് ശാന്തനായ ശിവൻ ദക്ഷന് പുനർജന്മം നൽകി യാഗം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് യാഗശാല സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് ഇന്നത്തെ അക്കരെ കൊട്ടിയൂർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. യാഗശാലയിലെ ഹോമകുണ്ഡത്തിലാണ് കൊട്ടിയൂരിലെ സ്വയംഭൂവായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പിന്നീട് പ്രതിഷ്ഠകളോ സ്ഥിരമായ ക്ഷേത്ര നിർമ്മാണങ്ങളോ നടത്തിയിട്ടില്ല. അക്കരെ കൊട്ടിയൂരിന് കുറച്ചു മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ കൊട്ടേരിക്കാവുന്ന പേരിൽ ഒരു മുത്തപ്പ സന്നിധാനവും ഇവിടെയുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന പ്രധാന പ്രസാദമാണ് അവിലും തേങ്ങയും. കൊട്ടിയൂരിലെ പ്രധാന പ്രസാദമാണ് തിരുവപ്പം, ആടിയ നെയ്പായസം ഒക്കെ. അങ്ങനെ അത് നമ്മൾ വാങ്ങി. വേറെയും വഴിപാട് കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന 2 ആനേനെയും സൈഡിലായി അവിടെ തളച്ചിട്ടിട്ടുണ്ട്. ഇടവത്തിലെ ചോദ്യ നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്നു. ഞാൻ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ വീഡിയോയിലൊക്കെ ഉള്ള പോലെ ഫുള്ള് കർണാടകക്കാരായിരുന്നു. നിങ്ങൾ കൊട്ടിയൂർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ലീവുള്ള ദിവസങ്ങളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ലീവുള്ള ദിവസവും പിന്നെ ഇവിടുത്തെ വിശേഷാൽ ദിവസവും അത്രയ്ക്ക് നല്ല ജനത്തിരക്ക് തന്നെ ആയിരിക്കും. പിന്നെ പ്രായമായവരും കുഞ്ഞു മക്കളുള്ളവരൊക്കെ ശ്രദ്ധിച്ചു പോവുക. കാരണം നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെ ക്ഷീണമായിട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ചെറിയ മക്കളെ കൊണ്ടൊന്നും ഇത്ര നേരം ക്യൂ നിൽക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴണമെന്നില്ലെങ്കിൽ നേരെ തന്നെ ക്യൂ ഒന്നും നിൽക്കാതെ വെള്ളത്തിൽ ഇറങ്ങി പ്രദക്ഷിണം വെച്ച് പോകാവുന്നതാണ്. ഇതിപ്പോ ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൊടകൂടി കരുതുന്നത് നന്നായിരിക്കും. പക്ഷെ ഞാനിവിടെ വരാൻ തുടങ്ങിയ കുഞ്ഞു നാൾ മുതലേ കേട്ടിട്ടുണ്ട് ചെറിയൊരു മഴയൊക്കെ നനഞ്ഞിട്ട് വേണം ഭഗവാനെ തൊഴാനെന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നനഞ്ഞിട്ടാണ് പോയത്. ഉത്സവകാലത്ത് താൽക്കാലികമായി കെട്ടിയ പർണശാലകളാണിത്. എത്ര കാറ്റിലും മഴയിലും അണയാതെ വിറകെരിയുന്ന തിടപ്പള്ളിയും എത്ര കത്തിയാലും ചാരം വരാത്ത അടുപ്പും ഇന്നും കൊട്ടിയൂരിലെ അത്ഭുതമാണ്. ആനയെ കൊണ്ടുവരുന്ന വഴിയാണ് ഏത്. പണ്ടൊക്കെ ഇവിടെ കരിങ്കല്ലാണെങ്കിലും ഇപ്പൊ കുറച്ച് സിമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മടങ്ങി. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം. വരുന്ന വഴി നമ്മൾ ഒന്നുകൂടി കാലൊക്കെ കഴുകി. പിന്നീട് അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു അതിഥിനെ കണ്ടേ. വഴിയെ പോകുന്ന ഞങ്ങളെ കരഞ്ഞു വിളിക്കലേനു ഇവ. അമ്മേന്റെ ബാഗിൽ അവിടുന്ന് വാങ്ങിച്ച പ്രസാദമായ അപ്പം ഉള്ളതുകൊണ്ട് തന്നെ അത് കൊടുത്ത് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാൽ കടയിലൊക്കെ ഇനി പാലം കടന്ന് അപ്പുറത്ത് പോകണം. ഇതിനിടയിൽ എന്റെ ചെരുപ്പാരോ കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അമ്മേന്റെ ചെരുപ്പിട്ടിട്ടാണ് നടന്നേ. ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒരു ലൈമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇക്കരെ കൊട്ടിയൂർ തൊഴാനായിട്ട് പോയി. ഇവിടുത്തെ മറ്റൊരു ചടങ്ങാണ് ഇളനീര് കാൽനടിയായി കൊണ്ടുവന്ന് സമർപ്പിക്കല്. അങ്ങനെ സമർപ്പിച്ചത് അതിനുശേഷം ഭക്തജനങ്ങൾക്കായി ഇതേപോലെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് കിട്ടി അതും കഴിച്ച് ഞങ്ങൾ വേഗം ഇക്കരെ കൊട്ടിയൂർ തൊഴാനെത്തി. വർഷത്തിലുള്ള വൈശാഖ മഹോത്സവം കഴിഞ്ഞാൽ പിന്നെയുള്ള പൂജയ്ക്ക് വേണ്ടിയാണ് ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ പോലെയല്ല. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും ദർശനം നടത്താവുന്നതും. ദർശനത്തിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ അന്നദാനത്തിന്റെ ക്യൂവിലേക്ക്. ക്ഷേത്ര പരിസരത്ത് തന്നെ 3-4 സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അന്നദാനം കിട്ടും. കൂടാതെ വരുന്ന വഴി ഉടനീളം സേവാഭാരതിയുടെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. ഇഷ്ടം പോലെ ചന്തയും മറ്റു സാധനങ്ങളും ഉണ്ടെങ്കിൽ ആദ്യം എന്റെ കണ്ണുപോയത് ഓടപ്പോയിലേക്കാണ്. കൊട്ടിയൂരിന്ന് മാത്രം കിട്ടുന്ന ഈ ഓടപ്പൂ വാങ്ങിക്കാതെ ഒരാളും അവിടുന്ന് തിരിച്ചു വരലില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ബസ് കയറി ഒരു ഉറക്ക് കഴിയുമ്പോഴേക്കും തിരിച്ച് തലശ്ശേരി എത്തി. വന്നപടി ആ ഒരു ചെരുപ്പ് വാങ്ങിച്ച് പിന്നെ ഒരു ചായയും അവിടെ നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഈ വർഷത്തെ കൊട്ടിയൂർ യാത്ര കഴിഞ്ഞു.